38, 39, 40. നമ്മളിന്ന് 20,000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചേട്ടനെന്ന് പറഞ്ഞു. ഇത് 65,000 രൂപ വരും. 65,000 രൂപ. ജാവ ഇവിടുന്ന് ഒരു 13 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പറപ്പിച്ചു വിടാൻ വേണ്ടി പോണേ. കുറച്ച് കിളീനെ മേടിക്കാൻ പോകാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 30,000 രൂപ കിളീനെ മേടിച്ചോണ്ടാണ് ചെല്ലുന്നത് കേട്ടോ. മമ്മിയും പപ്പയും എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിളീനെ ഇന്ന് കുറേ എണ്ണത്തിന് മേടിച്ചിട്ടുണ്ട്. മമ്മിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. മമ്മിയെ തൊമ്മ നമ്മൾ തൊമ്മനെ ഓൺ ആൻഡ് ഓഫ് ആണ് അതിനകത്ത് അഴിച്ചു വിടുന്നത്. അതിന്റെ കാര്യം വരുന്ന ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒത്തിരി കിളീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും കിളിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ തൊമ്മന് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പോകുമ്പോൾ മാത്രം നമ്മൾ തൊമ്മനെ കൊണ്ടുപോകത്തുള്ളൂ. ബാബാ അപ്പോൾ നമ്മൾ കിളീനെയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം മമ്മി കണ്ണടക്കി, അല്ലെങ്കിൽ ചേച്ചി കണ്ണടപ്പിക്കും മമ്മിയുടെ. അതാകുമ്പോഴേക്കും വലിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ സെറ്റ് കിളീനെ എടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് കിളിയേ ഉള്ളൂ കാര്യം, അതിന് വേറെ ഇതൊന്നുമില്ല. ആദ്യം സംശയമൊന്നുമില്ല. ഒരു മിനിറ്റ് അമ്മ, ഇത് പിടിച്ച് ജസ്റ്റ് പിടിക്ക്, തുറക്കല്ലേ. ഈ കൂട് പിടിച്ചോ, ഇല്ല തുറക്കല്ലേ. തുറന്നോ. ഒരു സെറ്റ് ജാവ ഇതിന് എത്ര എണ്ണമെന്നറിയോ? 15 എണ്ണം ഉണ്ട്. സെറ്റ് കളറുണ്ട്. ഇപ്പൊ നമുക്ക് വൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വൈറ്റിനെ മേടിച്ചു 15 എണ്ണത്തിന്. ഇത് മാത്രമല്ല വേറെ ഉണ്ട്, കാണിച്ചു തരാം. അടുത്ത സെറ്റ് ഏതുണ്ടോ? ഇവന്മാരെങ്ങനെയുണ്ട്? ഇവന്മാർ രസമല്ലേ നോക്കി. ഈ കളർ വെള്ളമില്ലാത്ത കളറുണ്ട്. പക്ഷെ ഇവന്മാർ കുറച്ചും കൂടെ ചെറുതും കുറച്ചും കൂടെ ഭംഗിയല്ലേ കാണിക്കും. ഏതിനാ ഇഷ്ടപ്പെട്ടെ? ഇവന്മാർ സൗണ്ട് ഭയങ്കര രസമുണ്ടല്ലേ. ഇനി ഇതുമല്ല ഗൈസ്, നമുക്ക് വേറെ സാധനം കൊണ്ട് കാണിച്ചു തരാം. അല്ല, വേറെ സാധനം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട് ശീലമായിരിക്കും. പോത്തൻ്റെ ചെറുതാണെന്നല്ലേ. അല്ല, ഇവന്മാരെ ഉണ്ടല്ലോ. അമ്മ അവിടെ ചെന്നപ്പോഴേക്ക് ഇവർ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പിന്നെ ഇവന്മാരെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് 2 ഉള്ളായിരുന്നു ആ പാടെ. അപ്പോൾ നമുക്ക് ഇവന്മാരെ കൊണ്ട് നമ്മുടെ കൂടിനകത്ത് ഇടാൻ കേട്ടോ. നമ്മളപ്പോൾ തൊമ്മനെയും കൂടെ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് ആദ്യമേ തൊമ്മനെ അഴിച്ചു വിടാം. ഞാനും കയറട്ടെ. ഓൾ സെറ്റ്. എല്ലാവരും ആയിട്ട് മമ്മിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തൊമ്മനെ എടുക്കാം കേട്ടോ. തൊമ്മ ബാ, എൻ്റെ പൊന്ന് തൊമ്മ വന്നേ ബാ. കമോൺ ബേബി, എന്റെ തോളത്തിരുന്നോ. ഇവന്മാരെ അഴിച്ചു വിടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൂട് വെച്ചേക്കാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൂടെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവന്മാർ കുറേ എണ്ണൊക്കെ കൂട്ടി കയറുന്നുണ്ടോ. ഇപ്പൊ ആരും കൂട്ടി കയറി ഇരിപ്പുണ്ടോ? ആരും കൂട്ടി കയറി ഇരിപ്പില്ല. എല്ലാവരും ഇവിടെ വരിയായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ടോ? ഇതുണ്ടോ നോക്കിയേ, പുതിയ ഫ്രണ്ട്സിനെ കണ്ടോണ്ട് എല്ലാവരും വന്ന് ഇവിടെ നിൽപ്പുണ്ട്. തൊമ്മൻ ഇവരൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മമ്മി ഇവന്മാരെ അഴിച്ചു വിടാലോ. ഇല്ല, അന്ന് അഴിച്ചു വിടുന്നതിന് മുമ്പ് ഇതിന് എവിടുന്നാ മേടിച്ചതെന്ന്, എങ്ങനെയാണ് മേടിച്ചതെന്ന്, ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ട് വരട്ടെ അല്ലേ. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് കേട്ടോ. നമ്മളപ്പോൾ ഇന്ന് കുറേ സാധനങ്ങളോട് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഇതെൻ്റെ ചേട്ടനാണ് ജിനോ. 1, 2, 3, 11, 12, 13, 21, 22, 23, 28, 39, 40. നമ്മളിന്ന് 20,000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കടയിൽ ചെന്നിട്ട് നമ്മുടെ ഏവിയറിക്ക് വേണ്ടി അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാം. ജിനോസ് എന്തെങ്കിലും സാധനം മേടിക്കണമെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ? ചെന്ന് കണ്ടിട്ട് വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതിനകത്ത് ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനത്തിന് മേടിക്കേണ്ട ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ശരിക്കും ഞാൻ ഇപ്പോൾ കടയിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ അതിനെ മേടിക്കണോ വേണ്ടോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങളും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അതിനെ മേടിക്കണോ വേണ്ടോ എന്ന്. എന്താണെന്ന് ആലോചിക്കുന്നല്ലേ? എന്താണെന്ന് ഞാൻ കടയിൽ ചെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ കടയിലേക്ക് പോകണം. മാസ്ക് മസ്റ്റ് ആണ് കേട്ടോ. മാസ്ക് വെച്ചോളൂ. അപ്പോൾ നമ്മളിന്ന് ഒരു കടയിലല്ല പോകുന്നത്. നമ്മളിന്ന് 1, 2, 3 കടയിൽ പോകും. ലൈവ് എക്സോട്ടിക് ആണ് ആദ്യത്തെ കട. ഇവിടെ കുറെ കുഞ്ഞമ്മമാരിപ്പുണ്ട് കേട്ടോ. ഇവന്മാരെ വെയിൽ കൊള്ളുവാണ്. ഇത് കണ്ടോ, ഒരുത്തൻ ഉറങ്ങുന്ന നോക്കി. എടാ എണീക്കടാ. അവൻ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിത് കടയിലോട്ട് കയറി. ചേട്ടാ, അപ്പോൾ നമ്മളിന്ന് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഏവിയറിക്ക് വേണ്ടി അടുത്ത സെറ്റ് ഓഫ് പർച്ചേസിങ്. ഇപ്പോൾ ജാവേനെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജാവ കിടപ്പുണ്ടോ? കോക്കറ്റയിലും കിടപ്പുണ്ട്. അപ്പോൾ അതിന് രണ്ടൊന്ന് കാണിക്കുമോ? ഇതിനകത്ത് കിടപ്പുണ്ടല്ലേ. ജാവ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാർ എത്ര എണ്ണം ഉണ്ട് ചേട്ടാ? 4 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവന്മാർ 4 എണ്ണത്തിന് മേടിക്കാം. കാര്യം മമ്മിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഇവർ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. നമ്മൾ ജാവേനെ പാക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സാധനത്തിന് മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാണിച്ചില്ല ചേട്ടനെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിനെ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ്റെ. അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് 65,000 രൂപ വരും. 65,000 രൂപ. ഇതിന്റെ പേരെന്താ? എന്താ ഇതിന്റെ പേര്? കംബോഡിയൻ സ്ക്വയർ. ഇവർക്ക് ഇപ്പൊ എന്തോ പ്രായം കാണും? ഇതിപ്പോ ഒരു അഡൽട്ട് ആയത് 1.5 വയസ്സായത്. അഡൽട്ട് ആയത്. അപ്പൊ ഇത് പേരല്ലേ? പേരാണ്. അപ്പൊ നമ്മൾ ഇവന്മാരെ കൊണ്ടിട്ട് ഇവന്മാർ ബ്രീഡ് ആകുമോ? പിന്നെ ചാൻസ് ഉണ്ട്. ഇവിടെ തന്നെ കൂട് കൂട്ടുന്നുണ്ടായിരുന്നു. ആണോ? ഏവിയറിക്ക് ഇതിനെ അഴിച്ചു വിടാൻ വേണ്ടി പറ്റും. അടിപൊളിയായിരിക്കും. അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അണ്ണാനെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അത് ഇല്ലീഗലാണ്. അപ്പൊ നമുക്ക് ഇവന്മാരെയൊക്കെ ആണെങ്കിൽ ലീഗലായിട്ട് വളർത്താം. ആണല്ലേ? കംബോഡിയൻ. കാരണം നമ്മുടെ വൈൽഡ് ലിസ്റ്റിൽ വരുന്നല്ലേ ഇവർ? അല്ലല്ല. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമുക്ക് മേടിക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് യെസ് ആണെങ്കിൽ നമ്മളിതിനെ ഒരാഴ്ചത്തേക്ക് ഇതൊന്നും മാറ്റിയിട്ടേക്കണം കേട്ടോ. കാരണം നമ്മൾ ആൾക്കാർ പറയുന്ന അനുസരിച്ച് നമുക്കിതിനെ മേടിക്കാം.
അപ്പോൾ നമുക്ക് വന്ന കാര്യം നമ്മളെന്താണെങ്കിലും കൂട് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും പാക്ക് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ കോക്കറ്റെയിലിന് പിടിക്കുവാണ്. അവന്മാർ ഒരെണ്ണം ഗ്രേ ആണല്ലേ. ഇത് എത്ര വയസ്സ് പ്രായമുള്ള ഏട്ടാ? അഡൽട്ട് ആയതാണോ? 2.5 വയസ്സായതാണോ? ഓ കൊള്ളാലോ. ഞാൻ പിടിച്ച് നോക്കാം. ഇത് പിടിച്ച് എടാ കടിക്കില്ലേ? കടിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇട്ടോ. നോ ഇറങ്ങിപ്പോലെ. അയ്യോ ഇതുണ്ടോ ഇവിടെയൊക്കെ? ഇത് കാണിച്ച് 2 കടി കടിച്ചു കേട്ടോ. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് ആകാൻ വേണ്ടി ഇത് ഞാൻ പിടിക്കണോ? എടാ കടിക്കില്ല. നോ 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 നോ. ഗൈസ് ഇപ്രാവശ്യം മുറിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ 2 കടി കിട്ടി സാറ്റിസ്ഫൈഡ് ആയി. അപ്പം ചേട്ടൻ തന്നെ പിടിക്കട്ടെ. ഇവന്മാർ പക്ഷേ കടിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഒത്തിരി വേദന എടുക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് ഒത്തിരി ഉള്ളതുകൊണ്ടേ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. കാണിച്ചേട്ടാ ഇവന്മാർ ഭയങ്കര സുന്ദരന്മാരാണ് കേട്ടോ. പറന്നു പോവാ വേണ്ട. അമ്മമാർ അങ്ങനെ ഇറങ്ങിപ്പോയ വെറുതെ അല്ലേ വേണ്ട. ചേട്ടനൊന്ന് ഇങ്ങോട്ടൊന്ന് ഓടിച്ചിടോ ചേട്ടാ. ഇതല്ലേ കാണിച്ച് ചെയ്തുണ്ടോ? പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ചെയ്തുണ്ടോ? അമ്മമാരുടെ ചുണ്ടൊക്കെ കാണാൻ നല്ല രസമാണ്. നീയും പൊക്കോടാ. ഇത് പേരല്ലേ? ഓക്കെ ആ ഓക്കെ. നമുക്ക് എന്താണ് ഇവരെയും കൂടി ഇട്ട് നോക്കാം. ഇവരെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നല്ലതായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ഇവന്മാരെ കുറേ എണ്ണത്തിന് മേടിക്കാം. ഓക്കെ അപ്പോൾ അത് കിടന്നോട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാം ആയോ? അടിപൊളി. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട അടുത്ത സെറ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഇവിടെയാണെങ്കിൽ 2 കാർപ്പ് കിടപ്പുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഇവരെയും കൂടെ മേടിച്ചത്. കാരണം ഇവരുടെ ഒറ്റയ്ക്ക് കിടക്കും. അപ്പോൾ നമ്മളെ കുളത്തിലാകുമ്പോഴേക്ക് ഇവർക്കും കൂടെയുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് ചേട്ടാ ഇവന്മാരെ കൂടെ പാക്ക് ചെയ്തു. എൻ്റെ കൈയും കടിച്ച് പറിച്ചിട്ട് ഇരിക്കുന്ന നോക്കി. ഇതുണ്ടോ 2 സ്ഥലത്ത് മുറിഞ്ഞു കേട്ടോ. ഇതുണ്ട്. ഇവൻ ഭയങ്കര സുന്ദരനാണ് കേട്ടോ. അത് ശരിക്കും കാർപ്പ് നമ്മുടെ പ്ലാനിലുള്ള സാധനമല്ലായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന്മാരെ മേടിക്കാൻ വേണ്ടി തോന്നി കേട്ടോ. അവന്മാർ ചാടാൻ ചാൻസ് ഉണ്ടല്ലേ ഇത്. അപ്പോൾ എന്തായാലും അവന്മാരാണ് മേടിച്ചേക്കാം. അതിൻ്റെ ഒരു കുഞ്ഞിത് പെട്ടുകൊണ്ട് അവനെ എടുത്ത് കുഴപ്പമില്ല. അവൻ്റെ സമയമായെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ടോട്ടലി 3 കാർപ്പിനെ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ എന്നാൽ ഇവന്മാരെ കൂടെ പാക്ക് ചെയ്തോ. ട്യൂസ്ഡേ അവൈലബിൾ ആയിരിക്കും. ട്യൂസ്ഡേ അടുത്ത സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? അതിൻ്റെ കൂടെ മക്കാവയുടെ ചിക്സ് മക്ക വരുന്നുണ്ടോ? അതിനെ കാണാൻ വരണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമാണ്. ഞാൻ പറ്റുവാണെങ്കിൽ ട്യൂസ്ഡേ ഇറങ്ങാം. ട്യൂസ്ഡേ നമ്മുടെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നല്ല റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ട്യൂസ്ഡേ ഇതിനെ മേടിക്കാൻ വേണ്ടി വരും. ഓക്കെ താങ്ക്സ് ചേട്ടാ. അപ്പോൾ നമുക്ക് ഇവന്മാരെ നേരെ വണ്ടിയോട് കയറ്റാം കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെക്കാം. കാർപ്പ് താഴെ ഇരിക്കട്ടെ. ഇവന്മാർക്ക് ഇനി പുതിയ ഹോമാണ് കേട്ടോ. ഓൾ സെറ്റ് അവിടെ ഇരുന്നോ കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കടയുടെ പർച്ചേസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കടയിലേക്ക് പോവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പൈസയ്ക്ക് അടുത്ത കടയിൽ നിന്ന് സാധനം മേടിക്കാം. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മമ്മിയുടെ ഇഷ്ട സാധനം ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ജാവ എത്രയുണ്ട് കേട്ടത്? 50 ഉണ്ടല്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ ജാവേനെ പായിക്കുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടല്ലോ 50 ഉണ്ട്. എന്തായാലും കൂടിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന കടയുടെ യുവന്മാർ ഭയങ്കര രസമാണ് കേട്ടോ. അത് തന്നെ ഏട്ടാ പ്രാവാണ് ഏട്ടാ. ദൈവന്മാരൊക്കെ ചെറുതാണ് കേട്ടോ. രസമുണ്ട്. എനിക്കതുപോലെ ഇതിനെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കൂടെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ പ്രാവിനെ മേടിക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. പ്രാവിനെ പറ്റുവാണെങ്കിൽ 2 മേടിക്കാം. അടിപൊളി. ഇത് മമ്മി എന്താണെങ്കിലും ഞെട്ടും കേട്ടോ. മമ്മി അന്ന് 2 മേടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ തന്നെ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പം മമ്മി ഉറപ്പായിട്ട് ഞെട്ടും. ജാവ ഇവിടുന്ന് ഒരു 13 മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവന്മാരെടുത്തത് കേട്ടോ. പിടിച്ചോ. അടിപൊളി. നമ്മൾ ഇവന്മാരെ കൂടെ മേടിച്ചു കേട്ടോ. ഇവന്മാരുടെ പേരിനേട്ടാ ലോങ് ടെയിൽ ഫിഞ്ചസ്. അടിപൊളി. ഇവന്മാർ ഇച്ചിരി വലിപ്പമുണ്ട്. നമുക്ക് ഇവരെ മേടിക്കാം കേട്ടോ. ചേട്ടൻ പറയുന്നതനുസരിച്ച് ഇവന്മാർക്ക് നല്ല കളർ വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ ഇവന്മാരെ മേടിക്കാം. ഇവരൊക്കെ കൂടുന്ന ടൈപ്പ് അല്ലേ? അപ്പോൾ അടിപൊളി. നമ്മുടെ മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് കൂട് കൂട്ടിക്കാൻ നല്ല രസമായിരിക്കും. പിടിക്കണോ? അപ്പോൾ ചേട്ടൻ 1 പിടിച്ചിട്ടുണ്ട്. ഫീമെയിലാണോ? മെയിലാണോ? ഇവന്മാരെ നോക്കി പിടിക്കാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ. ഭയങ്കര ആക്റ്റീവ് അല്ലേ? അടിപൊളി. ഓക്കെ. നോ ഇഷ്യൂസ്. 15 കിളിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിളീനായിട്ട് നമ്മൾ പാക്കപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ കേട്ടോ. താങ്ക് യു സോ മച്ച്. അടിപൊളി. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പൊക്കി കാണിച്ചേ. മമ്മി ഇത്രയും പ്രതീക്ഷിക്കത്തില്ല. എന്നെ രസം നോക്കി അവന്മാരെ ഇതിന്റെ മേളിലേക്ക് വെക്കാം കേട്ടോ. ഇവന്മാർ ഇവിടേക്ക് ഓൾറെഡി കാഷ്ടിച്ചു കേട്ടോ. ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇതിനകത്ത് വേറെ കോമഡി ഉണ്ട്. നമ്മൾ 20,000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടൽ പ്രൈസ് ഇത്രയും അറിയോ? 23 കിളിയുണ്ട്. നമുക്ക് ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് നമുക്ക് ചിലവായിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നിങ്ങളിപ്പോൾ മമ്മിയുടെ റിയാക്ഷനൊക്കെ കണ്ടു കാണും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ആയി കണ്ടോ. നമ്മുടെ കാർപ്പെല്ലാം ടെമ്പറേച്ചറോട്ട് അഡ്ജസ്റ്റ് ആയി. നമ്മൾ ഇമാർ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. ആയിത്തവണ ഞാൻ പിടിക്കാവേ. ഗോൾഡൻ ആണ്. മമ്മിയുടെ സ്വർണ്ണപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ. എടാ പോവണ്ടേ നിനക്ക്? പൊക്കോ. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പൊക്കോ.
ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, നമ്മളിങ്ങനെ പുതിയതായിട്ട് മീനിനെ മേടിച്ചിടുമ്പോഴേക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു മലയാളം ചാനലുണ്ട്. ചാനലിന്റെ പേര് പെറ്റ്സ് ആൻഡ് ഫിൻസ് എന്നാണ്. അത് നടത്തുന്നത് ജലീൽ എന്ന് പറഞ്ഞൊരു സാറാണ്. സാറെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ PhD ഹോൾഡർ ആണ്. ഏകദേശം 20 വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് കാണുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് നോളജ് പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മമ്മി ഇപ്പം നമ്മൾ ഗപ്പിനെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ. മമ്മി ഇതൊരു ഗപ്പിക്ക് നട്ടൽ വളയുന്ന അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കേട്ടിട്ടില്ല. ആ സാർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗപ്പിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഗപ്പി മാത്രമല്ല, ഓർണമെന്റൽ ഫിഷ്, പെറ്റ്, അക്വാഫോണിക്സ് ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇമീഡിയറ്റ് ആയിട്ട് റിപ്ലൈ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്നാ കിളീനെ അഴിച്ചു വിട്ടാലോ? അപ്പോൾ നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി പോകാൻ കേട്ടോ. തൊമ്മ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു, എല്ലായിടത്തും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഉമ്മ കൊടുത്ത് ആ മിടുക്കൻ. അപ്പോൾ നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി പോകാൻ കേട്ടോ. മമ്മി ബാ, നമുക്ക് ജാവേനെ തന്നെ അഴിക്കാം. ഇതുണ്ടല്ലോ, പൊക്കോടാ. അടുത്ത് തന്നെ നമുക്ക് പിടിച്ചു വിടാം കേട്ടോ. ഇവനൊരു ഇച്ചിരി സുന്ദരനാണ് കേട്ടോ. ഒരുത്തൻ മറന്നുപോയി. പൊക്കോ പൊക്കോ, ഉറക്കം വേണോ? അവിടെ ഇരുന്നോ കേട്ടോ. ഇനി ഇതിനകത്ത് ചെറുതായിട്ടുള്ളതിനെയൊക്കെ പിടിച്ച് നമ്മൾ വേറെ കൂട്ടി മാറ്റിയിടും. എന്നിട്ട് ഇച്ചിരി പറക്കാറായി കഴിയുമ്പോൾ നമ്മൾ പറത്തി വിടും കേട്ടോ. ഓ, അവൻ പോയിട്ടുണ്ട്. അടുത്തത് കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഓ, ഒരുത്തിന് ഇറങ്ങിപ്പോയി കേട്ടോ ഗ്യാപ്പിൽ കൂടെ. ഓ ഇതിനൊക്കെ എന്നാ പറ്റിയടാ? ഓ ഇത് ബേബിയാ. ഓ അവനെടുത്ത് മുങ്ങി പോകത്തില്ല. അവനെ പിടിച്ച് കൂട്ടിലിട്ടോ. അത് ചെറുതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവനെ കൂട്ടിലിടും കുറച്ച് ദിവസം. ഇത് നമ്മുടെ ലോങ് ടെയിൽ ഫിഞ്ചസ് ആണ് കേട്ടോ. ഇവന്മാരുടെ സ്പീഡ് കണ്ടോണം. ഞാൻ തുറക്കാൻ പോണേ. ആ അടിപൊളി. നോക്കിയേ, കറക്റ്റ് കുരുവിനെ പോലെ ഇല്ലേ നീ? ബാടാ, ഞാൻ ഓരോത്തിനെ കാണിച്ചു കേട്ടോ. ഇതും അവന്മാർ തന്നെയാണ് കേട്ടോ. അയ്യോ പോയി. ഇല്ല, അവനവിടെ പോയി ഇരുന്നാ. പുള്ളി ഒരു സെറ്റ് വെള്ളത്തിൽ പോയിരുന്നിട്ട് പുള്ളി പറന്നു പോയി കേട്ടോ. എടുത്ത് കാണിച്ചു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടിൽ അത്യാവശ്യം എല്ലായിടത്തും കിളികളായിട്ടുണ്ട് കേട്ടോ. ഓ, അവനും പോയിട്ടുണ്ട്. പറപ്പിച്ചു വിടാൻ വേണ്ടി പോണേ. ഓക്കെ കേട്ടോ. തൊമ്മൻ ഇതെല്ലാം കണ്ടോണ്ട് ഇത് കണ്ടോ. തൊമ്മൻ ഇതെല്ലാം കണ്ടോണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. തൊമ്മൻ ഇതെല്ലാം കണ്ടിട്ട് തൊമ്മൻ എന്താ സംഭവം മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവന്മാരെ അഴിച്ചു വിട്ടാലോ. കോക്കറ്റയിൽ ഞാൻ പിടിക്കത്തില്ല. ഇത് കണ്ടോ, കൈ മൊത്തം കടിച്ച് പറിച്ച്. ഞാൻ കടന്ന് പിടിച്ചെന്ന് എൻ്റെ കൈ മൊത്തം കടിച്ച്. ഞാൻ പിടിക്കത്തില്ല. അതുകൊണ്ട് ഫിഞ്ചസിനെ പിടിക്കാൻ പോവാ. ഇത് കണ്ടോ, ഇവന്റെ കളർ നോക്കി കടിച്ചേക്കുന്നുണ്ടോ. നെക്സ്റ്റ്. ഒത്തിരി ആൾക്കാർക്ക് ഇതിനെ അടുത്ത് കാണുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത്. ഇത് കണ്ടോ ഭയങ്കര പാവമായിട്ടിരിപ്പുണ്ട്. തൊമ്മൻ ഇതെല്ലാം കണ്ടോണ്ട് എൻ്റെ തോള ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അടുത്തവനെ പിടിക്കും. നെക്സ്റ്റ്. പറക്കല്ലേ, വെയിറ്റ്, നിന്നെ ഒന്ന് വീഡിയോ കാണിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരിക്കലും ക്ലോസ് ആയിട്ട് നിന്നെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കേട്ടോ. അമ്മ ഇതിൻ്റെ പ്രൈസ് എത്രയും അറിയില്ല. അതിനെ കൂടെ അത് അവസാനം പറയാം. കടിച്ചൊക്കെ തൊട്ടോ തൊമ്മ. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മുടെ ഫിഞ്ചസിനെയാണ്. ഫിഞ്ചസ്. ഓ പറക്കല്ലേ. ഫിഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഉണ്ട്. നേരെ ഇറങ്ങിപ്പോയി. ഓയ്യോ, അവന്മാർ ഭയങ്കര രസമാട്ടോ. ഞാൻ ഇതിനെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ. ഇവന്മാരുടെ കരച്ച് നല്ല രസമുണ്ട്. ഇത് കണ്ടോ ഗൈസ്, പോകത്തില്ല. അവന്മാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരെനിക്ക് വന്ന് പെയറായിട്ടാണ് അവിടെ പോയിരുന്നത്. അവൻ്റെ കരച്ചിൽ കേട്ടോണ്ട് മറ്റവനും അവിടെ തന്നെ പോയിരുന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് കോക്കറ്റെയിലിനെ പിടിക്കുന്നത്. മമ്മി പിടിക്കണ്ട, മമ്മി ഉറപ്പായിട്ടും കടിക്കും. മറ്റവന്മാരെക്കാളും കടിയാണ് ഇവന്മാർ കേട്ടോ. ഇറങ്ങടാ. ഇല്ല, കുഴപ്പമില്ല. അയ്യോ ഗൈസ്, എന്തൊരു സങ്കടം നോക്കി. അവൻ്റെ പേരാണേ. എടാ ഇറങ്ങിപ്പോടാ. ഇറങ്ങിക്കോ. അയ്യോ എന്ത് സങ്കടം നോക്കിയേ. അവിടെ ഇരിപ്പുണ്ട്. പൊക്കോ ഇറങ്ങിപ്പോക്കോ. ശിവന്മാരൊന്നും കൂട്ടിന്ന് പുറത്തിറങ്ങില്ല. അതുകൊണ്ട് ഇവർക്ക് ഇത് കൂടാണോന്നൊന്നും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം. ഓ എന്റെ പൊന്നെ, എന്ത് പാവാ നോക്കിയാ അവന്മാര് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടേ. അടിപൊളി. അവനെ വിട്ട് പോകുന്നില്ല കേട്ടോ. ഒരുത്തൻ പറക്കുമ്പോൾ അതിന്റെ കൂടുതൽ തന്നെ മറ്റവനും പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. 10,000 രൂപ. 10,000 രൂപ അടുത്ത് വരും. 6,000 രൂപയായി. 23 കിളിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 30,000 രൂപയാണ് കേട്ടോ. 30,000 രൂപയുടെ കിളിയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങളൊന്നുകൂടെ ആലോചിക്കുക. നമ്മൾ മറ്റേ സാധനത്തിന് മേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ മീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പെറ്റ്സ് ആൻഡ് ഫിൻസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് മീനെ വളർത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ജലീലിയേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടൻ ആ കാര്യം ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സിറിയക്, ജിനോ ചാച്ചൻ, പിന്നെ ഫാമിലി, മമ്മി, പപ്പ എല്ലാവരും ഉണ്ട്. അപ്പം വേറൊന്നും പറയാനില്ല. കണ്ണടയ്ക്കും. ഓക്കെ, അല്ലല്ല മമ്മി കണ്ണടയ്ക്കും. അമ്മ കണ്ണടയ്ക്കടാ. ഒരു മിനിറ്റ്, അമ്മയോട് വയ്ക്കും. വെയിറ്റ്. അല്ല വേണ്ട, അമ്മ കണ്ണടച്ചു. നമ്മളിത് മീൻ തീറ്റയോട് കൊടുക്കാൻ പോകണം കേട്ടോ. കൊടുക്കുമ്പോൾ ഇച്ചിരി തീറ്റ കൊടുക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൈവന്മാരെല്ലാവരും മേലെ വരുന്നുണ്ടോ. സ്വർണ്ണപ്പനും കുട്ടപ്പനും എല്ലാവരും. സ്വർണ്ണപ്പനാണ് പോകുന്നത്. അവൻ വലുതായി കേട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കാളും. അങ്ങനെ നമ്മൾ ഇതിന്റെ പ്രൈസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പ്രൈസ് റിവീൽ
വീട്ടിൽ അയക്കാൻ പറഞ്ഞു ഉമ്മ കൊടുത്തേ ആ മിടുക്കൻ.